السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، وعلى من اتبعه بالإحسان إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സലഫി ആദർശ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാരെ, കാരണവന്മാരെ, ഈ തോട്ടശ്ശേരി അറ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളക്കരയിൽ ഒരു നൂറ്റാണ്ട് കാലമായി യഥാർത്ഥ ഇസ്ലാമിക ആദർശത്തിലേക്ക് ജനസമൂഹത്തെ ക്ഷണിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫി ആദർശ പ്രസ്ഥാനത്തിന്റെ ദഅവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പൊതുപരിപാടിയാണ്. ഈ അവസരത്തിൽ മതവും ഔദ്യോഗികവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അതിലെന്തോ ഒരു തരം വിമർശനത്തിന്റെ സ്വഭാവമുണ്ട് എന്ന് തോന്നാനുള്ള സാധ്യത ഉണ്ട്. കേരളക്കരയിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒട്ടേറെ അവാന്തര വിഭാഗക്കാരായ ആളുകൾ സംഘടിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പരസ്പരം താരതമ്യം ചെയ്യുമ്പോഴും മനസ്സിലാക്കുമ്പോഴും വിമർശിക്കപ്പെടുക എന്നത് തീർത്തും സ്വാഭാവികമാണ്. വിമർശിക്കാൻ വേണ്ടിയുള്ള ഒരു വിമർശനത്തിൽ അർത്ഥമില്ല എങ്കിലും വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ വിമർശിക്കപ്പെടുക എന്നത് ഇസ്ലാമിക ദഅവത്തിന്റെ ഒരു അനിവാര്യ ആവശ്യകതയാണ്. മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി
فبلسانه وإن لم يستطع فبقلبه എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഒരു തെറ്റായ കാര്യം കണ്ടാൽ, ഒരു തിന്മയായ സംഗതി കണ്ടാൽ കൈകൊണ്ട് തടയുക. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ വാക്കുകൊണ്ട് വിലക്കുക. അതിനും സാധ്യമാകുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുക. വദാലിക അദ്അഫുൽ ഈമാൻ, അത് വിശ്വാസത്തിന്റെ ഏറ്റവും ദുർബലമായ ഭാഗമാകുന്നു. അതെങ്കിലും ചെയ്യാത്തവന്റെ മനസ്സിൽ ഈമാൻ ഇരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് യോജിക്കാത്ത, ഇസ്ലാമിന്റെ മൗലികമായ തത്വങ്ങൾക്കും അതിന്റെ പ്രമാണങ്ങൾക്കും നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനും ഗുണദോഷിക്കുവാനുള്ള അവകാശവും അർഹതയും ബാധ്യതയും എല്ലാ ഓരോ സത്യവിശ്വാസിക്കും ഉണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ആരെയെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ വിമർശനത്തെ കാണാൻ. കേരളത്തിലെ സലഫി ആദർശ പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭകാലം മുതൽ ഇന്നുവരെ ശക്തമായി വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വിമർശനങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി ആദർശ പ്രസ്ഥാനം സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ വിമർശിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുജാഹിദുകൾ മുന്നോട്ട് വെക്കുന്ന, സലഫി ആദർശക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുകയാണ് എങ്കിൽ തള്ളേണ്ടതുണ്ടെങ്കിൽ തള്ളുകയും സ്വീകരിക്കുകയും ചെയ്യാനുള്ള സൗകര്യം അതിലുണ്ട്. എന്നാൽ സലഫി ആദർശ പ്രവർത്തനത്തെയും സലഫി ആദർശക്കാരെയും വിമർശിക്കുന്നവർ സ്വീകരിക്കുന്ന രീതി, സലഫികൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തുകയും ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അതിനെതിരെ വിമർശിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്. ഈ വൃഥാസ്ഥൂലമായ വിമർശനങ്ങൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിലെ യഥാർത്ഥ സലഫി ആദർശ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നവരായ പ്രബോധകന്മാർക്കെതിരെയാണ് ഇന്ന് ഏറെ വിമർശനങ്ങൾ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകളുടെ കൂട്ടത്തിൽ ഇരുവിഭാഗം സമസ്തക്കാരുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ടുപോയവരായ ആളുകളുണ്ട്, സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാൽ ഈ കാലയളവിലുള്ള ഈ 6-7 മാസങ്ങൾക്കിടയിലുള്ള സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ യഥാർത്ഥ പ്രവർത്തനത്തിനെതിരെ അതിശക്തമായ വിമർശനം അഴിച്ചുവിട്ടിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകന്മാരാണ്. അവരിങ്ങനെ കാടടച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിമർശിക്കുന്നതെന്ന് അവർക്കറിയില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് നേർക്കുനേരെ വ്യക്തിപരമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതിനെപ്പറ്റി അറിയില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജമാഅത്ത് പത്രം മാധ്യമത്തിലൂടെ ഈ വിമർശനം അതിരൂക്ഷമായി നടത്തുകയും സലഫി ആദർശ പ്രബോധന പ്രവർത്തകന്മാരാണ് ആഗോളതലത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ തീവ്രവാദത്തിന്റെ വക്താക്കൾ എന്നുവരെ പറയുകയും കേരളത്തിൽ ഈ പ്രവർത്തനവുമായി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളവരായ ആളുകളെ
ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്നും അതിന് എല്ലാവിധ ശക്തിയും ഉപയോഗിക്കേണ്ടതുണ്ട് എന്നും വരെ ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് ജമാഅത്തിന്റെ പത്രം സലഫികൾക്കെതിരെ വിമർശനം ചൊരിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അതും സ്വാഗതം ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ആരോപണങ്ങളെയും നേരിടാനും മുഖാമുഖം സംസാരിക്കുവാനും അത് വകതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കെൽപ്പ് കേരളത്തിൽ ഇന്ന് ഈ ആദർശധാരയിൽ നിലനിൽക്കുന്ന പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും മാത്രമേ ഉള്ളൂ എന്നത് ഒരു പച്ചയായ പരമാർത്ഥമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇതിനെ സധീരം നേരിടാനുള്ള എല്ലാ കെൽപ്പും ശക്തിയും ഇന്ന് ഈ ആദർശ പ്രബോധനത്തിനുണ്ട്, അതിന്റെ വക്താക്കൾക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ അനുസ്മരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വിഷയത്തിലേക്ക് വരുന്നു. ഇവിടെ സംസാരിക്കേണ്ടതായ വിഷയം മതവും മൗദൂദിസവും എന്ന വിഷയമാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, എന്താണ് മതം? രണ്ട്, എന്താണ് മൗദൂദിസം? അത് തമ്മിലുള്ള ബന്ധം എന്താണ്? പരസ്പരം യോജിച്ചു പോകുന്നതാണോ അല്ലേ എന്നുള്ളൊരു ചെറിയ പരിശോധന സമയത്തിന്റെ സൗകര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുവാനാണ് ഈ അവസരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. മതം എന്ന് പറയുന്ന വാക്ക് മലയാള വാക്കാണ്. വീക്ഷണമെന്നോ കാഴ്ചപ്പാട് എന്നോ ഒക്കെയില്ല. വിവിധങ്ങളായ അർത്ഥങ്ങളിലാണ് മതം എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിച്ചു വരുന്നത്. അറബിയിൽ സാധാരണ പറയാറുള്ള ദീൻ എന്ന് പറയുന്ന വാക്കിന് പരിഭാഷയായിക്കൊണ്ടാണ് പൊതുവെ മലയാളത്തിലെ മതം എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മതം എന്ന വാക്കും ദീൻ എന്ന വാക്കും തമ്മിൽ യഥാർത്ഥത്തിൽ ആശയപരമായി പൊരുത്തപ്പെട്ടു പോകുന്ന വാക്കുകളല്ല. ഇസ്ലാം എന്ന് പറയുന്ന ദീൻ അതൊരിക്കലും ഏതെങ്കിലും വ്യക്തിയുടെ വീക്ഷണമോ കാഴ്ചപ്പാടോ അല്ല. അങ്ങനെ വ്യക്തിയുടെ വീക്ഷണങ്ങളുടെയും കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാനത്തിൽ ലോകത്ത് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും മതങ്ങളുണ്ടെങ്കിൽ ആ മതങ്ങൾക്ക് വേണമെങ്കിൽ അത്തരം ആശയങ്ങളെ സംബന്ധിച്ച് മതമെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം, ആദർശം, അത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നുണ്ടായതല്ല. മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നോ യുക്തിയിൽ നിന്നോ ജന്മം കൊണ്ടിട്ടുള്ളതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർ മുഖേന മാനവരാശിക്ക് നൽകിയിട്ടുള്ള ആദർശമാകുന്നു. ആ ആദർശം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജന്മം മുതൽ അവന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ദൈവികമായ മാർഗദർശനത്തിന് വേണ്ടി അതിനനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരാദർശത്തിന്റെ സമാഹാരമാണ്. അത് പരിപൂർണമായും ദൈവികമാണ്. ആ ദൈവികമായ ആദർശം എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ലോകത്ത് വന്നിട്ടുള്ളതല്ല. മറിച്ച് ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാരും ലോകത്ത് പ്രബോധനം ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ആദർശമാകുന്നു ഇസ്ലാം എന്ന് പറയുന്ന ദീൻ. ആ ആദർശമനുസരിച്ചാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കേണ്ടത്. മുസ്ലിം എന്നല്ല, മനുഷ്യനായി പിറക്കുന്ന അല്ലാഹുവിന്റെ അടിമയായി ഈ ദുനിയാവിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന എല്ലാ ഓരോ മനുഷ്യനും പ്രാവർത്തികമാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്ന ആദർശമാണ്. കാരണം അത് മാത്രമാണ് ദൈവീകമെന്ന് പറയാവുന്ന ആദർശമായി ഈ ദുനിയാവിൽ അവശേഷിക്കുന്നത്. അതല്ലാത്ത എല്ലാ മത ആശയങ്ങളും ആദർശങ്ങളും മനുഷ്യനിർമ്മിതങ്ങളോ മനുഷ്യന്റെ കയ്യേറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതോ മനുഷ്യന്റെ ചിന്തയിൽ നിന്ന്
ഉത്ഭവിച്ചിട്ടുള്ളതോ ആയതിനാൽ അതിനൊന്നും മനുഷ്യനെ നേരെയാക്കാനോ മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ പഠിപ്പിക്കാനോ കഴിയുകയില്ല എന്നതാണ് വസ്തുത. അത് ചെയ്യണമെങ്കിൽ ദൈവികമായ മാർഗദർശനം അനിവാര്യമാണ്. ആ മാർഗദർശനം ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തല്ലോ, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് അഥവാ മനുഷ്യന്മാർക്ക് എന്നിൽ നിന്നുള്ള ഹുദാ അഥവാ മാർഗദർശനം വന്നു കിട്ടിയാൽ ആരാണോ ആ മാർഗദർശനത്തെ പിൻപറ്റുന്നത് അങ്ങനെയുള്ളവർക്ക് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ടിയോ വ്യസനിക്കേണ്ടിയോ വരികയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആ ദൈവികമായ മാർഗദർശനം ഹിദായത്ത്, ആ ഹിദായത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം അനുസരിച്ചാണ് ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത്. ആ ഇസ്ലാം മാത്രമേ അല്ലാഹുവിങ്കൽ സ്വീകാര്യമായി തീരുന്ന മതമായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം وما اختلف الذين اوتوا الكتاب الا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. തീർച്ചയായും ഇന്ന ദീന ഇൻദല്ലാഹ് അൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ ദീനായിട്ടുള്ളത്, സ്വീകാര്യമായിട്ടുള്ള ദീനായിട്ടുള്ളത് ഇസ്ലാം മാത്രമാകുന്നു. وما اختلف الذين اوتوا الكتاب الا من بعد ما جاءهم العلم بغيا بينهم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വേദഗ്രന്ഥത്തിന്റെ അവകാശികളായിട്ടുള്ള യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളെല്ലാം ഭിന്നിക്കുകയും വിഭാഗീയതയിൽപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വ്യക്തമായ വഴി, വ്യക്തമായ അറിവ് ലഭ്യമായതിനു ശേഷമല്ലാതെ അവർക്കിടയിൽ ഭിന്നതയും ചിത്രതയും ഉണ്ടായിട്ടില്ല. എന്താണ് ഭിന്നതയുണ്ടാകാൻ കാരണം? ബാഗിയൻ ബൈനഹും, അവർ തമ്മിലുള്ള വിദ്വേഷവും പകയും കുടിപ്പകയുമാകുന്നു. ആ പൂർവ്വ സമൂഹങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ചിന്താധാരകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി തരികയാണ്. മനുഷ്യന്മാർക്കിടയിലുള്ള വൈവിധ്യങ്ങൾ, അവന്റെ വീക്ഷണ വൈജാത്യങ്ങൾ, അവന്റെ നിശ്ചിതമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുക എന്ന പ്രവണത വളർന്നപ്പോഴാണ് മതകീയ സമൂഹങ്ങളിലൊക്കെ വിഭാഗീയതകളും ഭിന്നതകളും ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഹിസാബ്. അതുകൊണ്ട് ആരാണോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം വിചാരണ ചെയ്യുന്നവരാണ് എന്ന കാര്യം അവരറിഞ്ഞിരിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഇസ്ലാം അല്ലാഹുവിങ്കൽ ദീനായി സ്വീകരിക്കപ്പെടുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ദീൻ മാത്രമാകുന്നു. ഇനി അതല്ലാത്തൊരു മതം ആരെങ്കിലും സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലോ അവന്റെ വിധി എന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഒരുവൻ അവൻ ഇസ്ലാമല്ലാത്ത ഒരു ദീനിനെ, ഒരു മതത്തെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, തേടിപ്പോകുന്നുണ്ട് എങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. ഒരാൾക്ക് തോന്നുകയാണ് ഇസ്ലാം ദീനല്ലാത്ത ഒരാശയം അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ലത്, അതാണ് ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് ഏതെങ്കിലും ഒരു ആശയത്തെക്കുറിച്ചോ ഒരു ആദർശത്തെക്കുറിച്ചോ ഒരാൾക്ക് തോന്നുകയും അയാൾ അല്ലാഹുവിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിൽ അത്തരം ആശയത്തെ സ്വീകരിക്കുകയും ചെയ്താലോ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് നല്ലതാണ് എന്നതിന്റെ പേരിൽ സ്വീകരിക്കപ്പെടുന്ന പ്രശ്നമില്ല. അവന് വരാൻ പോകുന്ന അനുഭവം എന്താണ്? ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. തീർച്ചയായും പാരത്രികമായ ജീവിതത്തിൽ അവൻ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കും. അപ്പോൾ ഒരാൾ ദീൻ സ്വീകരിക്കുന്നത് എന്തിനാ? ഒരാദർശം ഒരാൾ സ്വീകരിക്കുന്നത് എന്തിനാ?
അത് ആത്യന്തികമായി പാരത്രിക ജീവിതത്തിൽ രക്ഷ കിട്ടുക എന്നതിനു വേണ്ടിയാണ്, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുക എന്നതിനു വേണ്ടിയാണ്. ആ തൃപ്തിക്ക് വേണ്ടി ഒരാൾ ആചരിക്കുന്ന ദീൻ, അയാൾ വിശ്വസിക്കുന്ന വിശ്വാസം, ആചാരക്രമങ്ങൾ, അവന്റെ സംസ്കാരം അല്ലാഹു തആല പഠിപ്പിച്ചതായിരിക്കണം. അള്ളാഹു പഠിപ്പിച്ചിട്ടല്ലാത്ത ഒരാശയവുമായിട്ടാണ് ഒരാൾ പാരത്രിക ജീവിതത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ വരുന്നതെങ്കിൽ അവൻ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാകുന്നു ദീൻ. നമ്മൾ സ്വീകരിക്കേണ്ട ആശയം അതാകുന്നു. ആ ദീനിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് കറകളഞ്ഞ തൗഹീദിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്ത് വന്നിട്ടുള്ള സകല അംബിയാ മുർസലീങ്ങളും ലോക മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നാമത്തെ അധ്യാപനം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് പ്രവാചകരെ, ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന് വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് വഹി നൽകിയത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരാരാധ്യനില്ല എന്നും അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുമുള്ള സന്ദേശം, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമയുമായിട്ടല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരു പ്രവാചകനും ലോകത്ത് വന്നിട്ടില്ല. അപ്പൊ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള ദീനിന്റെ കാതലായ അംശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സകല അമ്പിയാക്കന്മാരും പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാ? അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമയാകുന്നു. അതാകുന്നു ഒരു ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്ന അതിന്റെ അടിക്കല്ല് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കേവലം വിശ്വാസം മാത്രമല്ല, അത് വലിയൊരു സംസ്കാരത്തിന്റെ അടിവേരി കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരുന്നുണ്ട്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. താങ്കൾ കണ്ടില്ലേ എങ്ങനെയാണ് അല്ലാഹു തആല ഒരു നല്ല കലിമത്തിനെ ഉദാഹരിച്ചിരിക്കുന്നത് എന്ന്? എന്തിനോട് ഓർമ്മിച്ചത്? കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല മരം പോലെയാണ്. എന്താണ് നല്ല മരത്തിന്റെ സവിശേഷത? അസ്ലുഹാ സാബിതുൻ, അതിന്റെ അടിത്തറ വളരെ ഭദ്രമാണ്, ഉറച്ചു നിൽക്കുന്നതാണ്, പ്രതികൂല ചുറ്റുപാടിൽ ഇളകി ആടിപ്പോകാത്ത ഭദ്രമായ അടിയുറപ്പുള്ളതാണ്. അതേപോലെ തന്നെ ആ മരത്തിന്റെ ശിഖരങ്ങൾ ആകാശത്തിൽ പന്തലിച്ചു നിൽക്കുന്നതാണ്. പിന്നെയോ അതിന്റെ രക്ഷിതാവിന്റെ നിർദ്ദേശപ്രകാരം, അനുമതിപ്രകാരം കാലാകാലങ്ങളിലും അതിന്റെ കായ്ഫലങ്ങൾ അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ കാലാകാലങ്ങളും സൽഫലങ്ങളും കായ്ഫലങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മരത്തെ പോലെയാവുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ ആശയമെന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അതൊരു സംസ്കാരമാണ്. ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന പമ്പിച്ച വലിയ ഒരു സംസ്കാരത്തിന്റെ ആശയമാകുന്നു യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ വിശ്വാസമനുസരിച്ചാണ് ഒരാൾ, ആ കലിമയുടെ സാരാംശമനുസരിച്ചാണ് ഒരാൾ ജീവിക്കുകയും അള്ളാഹുവിന്റെ കോടതിയിലെത്തുകയും ചെയ്യുന്നതെങ്കിൽ അവന് മാത്രമേ സ്വീകാര്യമായ പരിഗണനയും രക്ഷയും പരലോകത്ത് കിട്ടുവാൻ പോകുന്നുള്ളൂ. അതല്ലാതെ പോയാലോ അവന് വരാൻ പോകുന്ന ഗതികേടെന്താണെന്ന് വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. എന്റെയും നിങ്ങളുടെയും നാഥനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുണ്ട് എങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ അഭയം നരകത്തിലാകുന്നു. വമാ ലിൽവാലിദീന മിൻ അൻസാർ, അങ്ങനെ അക്രമം ചെയ്ത് ജീവിച്ചവരായ ആളുകൾക്ക് യാതൊരു സഹായിയെയും
അവിടെ കിട്ടുവാനില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്നും തെറ്റി ജീവിക്കുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പൊ അള്ളാഹനെ മാത്രം ആരാധിക്കുക, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹ്ക്ക് മാത്രം നേർച്ച കൊടുക്കുക, അങ്ങനെ ആരാധനാപരമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ചാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ആ പറയുന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരായ ആളുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, മലക്കുകളോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചാണ് ശിർക്ക് എന്ന് പറയുക. വമൻ യുശ്രിക് ബില്ലാഹ്, അങ്ങനെ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന്റെ ഗതി എന്താ? ദുനിയാവിൽ അവന് വല്ല പ്രശ്നമൊന്നും വരാനില്ല. ദുനിയാവിൽ അതുകൊണ്ട് ഈ ബിസിനസ് നടത്തുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഭൗതികമായ ഗുണങ്ങൾ ഒരുപക്ഷെ കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ ആത്യന്തികമായി വരാനുള്ളത് ആ അത്തരം ഒരു ദീനും അനുസരിച്ചാണ് ഒരാൾ ജീവിച്ചു പോകുന്നതെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ ജീവിതം പാഴായിപ്പോയി, അത് ഉവാഹുന്നാർ, നരകമാകുന്ന സങ്കേതത്തിൽ അവൻ എത്തുകയാണ് ചെയ്യുക എന്ന് ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇതാകുന്നു ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയാകും. ഇത്തരം ഒരു അപകടകരമായ സാഹചര്യത്തിൽ നിന്നും മനുഷ്യന്മാരെ വിമോചിപ്പിക്കുകയും യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യുന്നതിന് വേണ്ട പരിപാടികളും പദ്ധതികളും എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ വിശദീകരിച്ച് പഠിപ്പിക്കുന്ന ആദർശമാകുന്നു ഇസ്ലാം എന്ന് പറയുന്ന ദീൻ. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആണ് രണ്ടാമതായി മൗദൂദിസം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. മൗദൂദിസം, ഈ പറഞ്ഞ ആശയവും മൗദൂദി കൊണ്ടുവന്നിട്ടുള്ള ആശയവും പൊരുത്തപ്പെട്ടു പോകുന്ന ആശയമാണോ എന്നുള്ള പരിശോധന ഇവിടെ അത്യാവശ്യമാണ്. സയ്യിദ് മൗലാന മൗദൂദി ഒരു വലിയ ലോകമറിയപ്പെട്ടിട്ടുള്ള, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിക്കുകയും മരിച്ചുപോവുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ലോകത്തൊരുപാട് മഹാന്മാരുണ്ടായിട്ടുണ്ട്. എത്ര വലിയവരായിരുന്നാലും ശരി, എത്ര മഹാന്മാരായിരുന്നാലും ശരി, അവരുടെ വീട്ടിലുണ്ടാകുന്നതാണെങ്കിൽ അതിന് സ്വീകരിക്കേണ്ടതുണ്ട്. സയ്യിദ് മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ആശയം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. ഇസ്ലാമിന് ഒരു രാഷ്ട്രീയമായ വീക്ഷണം നൽകുകയും രാഷ്ട്രീയത്തിന്റെ മേലങ്കി നൽകുകയും ചെയ്യുന്ന അത്യന്തം അപകടകരമായ ഒരു പ്രവണതയാണ് മൗലാന മൗദൂദിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. 1930 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണം ആരുടെ കയ്യിലാണ് വരേണ്ടത്, ആരുടെ കയ്യിലായിരിക്കും ചെന്നുപെടുക എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞു നിന്നിരുന്നൊരു പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് സയ്യിദ് മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം ഏകദേശം 8 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹമായിരുന്നു ഭരിച്ചിരുന്ന, മുസ്ലിം രാജാക്കന്മാരും ചക്രവർത്തിമാരും ഭരിച്ചിരുന്ന നാടാകുന്നു ഇന്ത്യ മഹാരാജ്യം. മുഗള സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയെയും നാട് കടത്തിയതിനു ശേഷം ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ അധീനപ്പെടുത്തുകയാണുണ്ടായത്. അങ്ങനെ ബ്രിട്ടീഷുകാരൻ അധീനപ്പെടുത്തി സ്വാതന്ത്ര്യ സമരത്തിലൂടെ അവർ പുറത്തുപോയി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം കൈവശപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ അതിന്റെ അവകാശികളായ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്കാണ് എന്ന് മൗദൂദി ചിന്തിച്ചു. അത് സ്വാഭാവികമായും ചിന്തിക്കാൻ പറ്റുന്ന, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു വിഷയം മാത്രമാണ്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്തയാണ് ആ ഒരാശയത്തെ, ആ ഒരാഗ്രഹത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അപകടകരമായ കാഴ്ചപ്പാടുകളായത്. അങ്ങനെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി
സയ്യിദ് മൗലാന മൗദൂദി ഇസ്ലാം എന്ന് പറയുന്ന ആദർശം എന്നത് തന്നെ രാഷ്ട്രീയമാണ് എന്ന് സിദ്ധാന്തിച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു ആശയമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയിട്ടുള്ള സയ്യിദ് മൗലാന മൗദൂദി കേരള ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകുകയും ആ ജമാഅത്തെ ഇസ്ലാമി പ്രവാചകനോടുള്ള ബഹുമാനാദരവിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് മൗദൂദിയിൽ നിന്നാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തു. ശരാശരി ജമാഅത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് സയ്യിദ് മൗലാന മൗദൂദി മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങളോട് അനുരാഗാത്മകമായ ഭ്രമം പുലർത്തണമെന്നാണ് പണ്ട് കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് സയ്യിദ് മൗലാന മൗദൂദിയിൽ നിന്നാണ് മുസ്ലിം ലോകം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന വിധത്തിൽ ചിന്തിക്കുകയും മൗദൂദിക്ക് അങ്ങനെയുള്ള ഒരു അപ്രമാദിത്വത്തിന്റെ പദവി ജമാഅത്തെ ഇസ്ലാമി നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും തെറ്റായ ധാരകളും ജന്മം കൊണ്ടിട്ടുള്ളത് ഇസ്ലാമിന്റെ മൗലികമായ ആദർശത്തിൽ നിന്നും അതിന്റെ പ്രമാണങ്ങളിൽ നിന്നും പ്രമാണങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിന്നും ആളുകൾ പിഴച്ചുപോയപ്പോ തെറ്റിപ്പോയപ്പോഴാണ് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സയ്യിദ് മൗലാന മൗദൂദിക്കും അപകടം പറ്റിയത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിശാസ്ത്രത്തിന്റെ പേരിലാണ്. ഇസ്ലാമിക സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ കക്ഷികളുണ്ടായത്, അഥവാ മെയിൻ സ്ട്രീമിൽ നിന്നും വ്യത്യസ്തമായ ആശയമായി കടന്നുവന്ന കക്ഷികളുണ്ടായത് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വന്നിട്ടുള്ളതാണ്. 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ചില ചേരിതിരിവുകൾ ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു ഒരു കക്ഷിയായും മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരു കക്ഷിയായും നിന്നുകൊണ്ട് അവസാനം യുദ്ധരംഗങ്ങൾ വരെ ഉണ്ടായിത്തീരുകയും അവസാനം മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ഈ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇരു കക്ഷികളിലും പെട്ട രണ്ട് സഹാബ പ്രതിനിധികളെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഭവത്തിനാണ് തഹ്കീം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. രണ്ട് വിഭാഗത്തെയും പരിശോധിച്ച് ആശയങ്ങൾ പരിശോധിച്ച് ഒരു വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചു. അവർക്ക് പറയുന്ന പേരാണ് ഖവാരിജുകൾ എന്നത്. ഖവാരിജുകൾ എന്ന് പറയുന്ന കക്ഷിയാണ് ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള നവീനമായ കക്ഷി. അവരന്ന് പറഞ്ഞു, ഇങ്ങനെ വിധി നിശ്ചയിക്കുവാനുള്ള അവകാശം മനുഷ്യന് നൽകാൻ പാടില്ല. മനുഷ്യന് വിധി നിശ്ചയിക്കാനുള്ള അവകാശമില്ല. ഇനിൽ നിശ്ചയിക്കുവാനുള്ള അവകാശം മനുഷ്യനല്ല, അത് അള്ളാഹുവിന് മാത്രമാകുന്നു. അതുകൊണ്ട് തഹ്കീം എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖവാരിജികൾ പുറത്തുപോയത്. അന്ന് അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹാ അൽ ബാതിൽ. ഈ പറഞ്ഞിട്ടുള്ള കലിമത്ത് അത് അള്ളാഹുവിന്റെ ഖുർആനിലുള്ള കലിമത്താണ്, അത് സത്യമാണ്. എന്നാൽ ഉരീദ ബിഹാ അൽ ബാതിൽ, അതുകൊണ്ട് ഈ വാക്യം ഉദ്ധരിച്ചവരെ ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ള ഖുർആനിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഒരു ആശയത്തെ സമർപ്പിക്കുകയാണ് ഖവാരിജികൾ ചെയ്തത്. ഖുർആൻ ഉദ്ധരിച്ചു, പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഒരു ആശയത്തെ സ്ഥാപിച്ചു. പക്ഷേ ആ ഖുർആനിക വചനത്തിന്റെ ആശയം അങ്ങനെയാണ് എന്ന് ഖവാരിജികൾക്ക് അപ്പുറത്ത് അതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സഹാബികൾക്കാർക്കോ അല്ലെങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല, സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ള അല്ല, അങ്ങനെ അവർക്കാർക്കും മനസ്സിലാകാത്ത
പുതിയ ഒരാശയത്തിൽ വിശുദ്ധ ഖുർആന്റെ വചനത്തെ വ്യാഖ്യാനിക്കുകയാണ് ഖവാരിജികൾ ചെയ്തത്. അപ്പൊ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഒരു രീതിശാസ്ത്രമുണ്ട്. അതിനാണ് നമ്മൾ മൻഹജു സലഫ് എന്ന് പറയുക. ആ മൻഹജു സലഫിന് വിരുദ്ധമായ ഒരാശയം, വിരുദ്ധമായ രീതിയിലേക്ക് പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചപ്പോഴാണ് ആളുകളിൽ അപകടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. എല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ളത് പ്രമാണങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കക്ഷികളുണ്ടായി. ഖവാരികളുണ്ടായി, ഷിയാക്കളുണ്ടായി, മുഅ്തസില കക്ഷികളുണ്ടായി, ജബരിയാക്കളുണ്ടായി, ഖദരിയാക്കളുണ്ടായി. ഇങ്ങനെ പല പല കക്ഷികളും ഈ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിലുണ്ടായി. എല്ലാവരും ഉദ്ധരിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെയാണ്. എല്ലാവർക്കും ഉദ്ധരിക്കാനുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തന്നെയാണ്. അവസാനമായി നമ്മുടെ നാട്ടിൽ ചേകന്നൂർ മൗലവി വന്നു. അദ്ദേഹം ഉദ്ധരിച്ചത് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ വചനങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു? അയാൾ പറഞ്ഞു, ഖുർആൻ അനുസരിച്ച്, ഖുർആന്റെ തത്വമനുസരിച്ച് നമസ്കരിക്കുകയാണ് എങ്കിൽ 3 വഖ്ത് നമസ്കരിച്ചാൽ മതി, 3-ലധികം വഖ്തുകൾ നമസ്കരിക്കേണ്ടതില്ല. എന്താ തെളിവ്? അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ എന്ന ആയത്ത് ഓതിയിട്ടാണ് പറയുന്നത്. ആ ആയത്തനുസരിച്ച് ഒരു ദിവസത്തിൽ 3 വഖ്തിൽ മാത്രം നമസ്കരിക്കാനേ ഖുർആൻ കൽപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞത് ഖുർആനാണ്. ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് എന്നാണ് ചേകന്നൂർ മൗലവി അന്ന് പറഞ്ഞത്. അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് തെറ്റായത്? വിശുദ്ധ ഖുർആനിലുള്ള സംഗതിയല്ലേ? വിശുദ്ധ ഖുർആനിലുള്ള സംഗതിയാണ്. പക്ഷേ ആ ആയത്തിന്റെ ആശയം അങ്ങനെയാണ് എന്ന് പൂർവികന്മാർക്ക് മനസ്സിലായോ? സഹാബത്തിന് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു. മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് മനസ്സിലായോ? പൂർവ ഉത്തമ തലമുറ എന്ന് പറയുന്ന ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ തലമുറ ഞാൻ ജീവിച്ച തലമുറയാണ്, പിന്നെ അതിനോടടുത്ത തലമുറയാണ്, പിന്നെ അതിനോടടുത്ത തലമുറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആദ്യ നൂറ്റാണ്ടുകൾ, ആദ്യ 3 തലമുറകൾ, 3 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സച്ചരിതന്മാരുടെ രീതി എന്താണോ ആ രീതിക്ക് വിധേയമായിട്ട് വേണം ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. ഖവാരിജികൾക്കതിൽ പിഴവ് പറ്റി, ചേകന്നൂർ മൗലവിക്കതിൽ പിഴവ് പറ്റി. പിഴവ് പറ്റിയവരായ ആളുകൾക്കൊക്കെ പിഴവ് പറ്റിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇനി വേണം നമ്മൾ സയ്യിദ് മൗലാന മൗദൂദിക്ക് സംഭവിച്ചിട്ടുള്ള പിഴവ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം ഒരാശയം മുന്നോട്ട് വെച്ചു. ഇസ്ലാം എന്ന് പറയുന്ന ദീൻ അത് ഭൂമിയിൽ നിലനിൽക്കണം എന്നുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി ഈ ദുനിയാവിൽ ദൈവികമായ മതം സ്ഥാപിക്കലാണ്, അഥവാ ഒരു ഭരണകൂടമുണ്ടാകലാണ്, ഭരണം സ്ഥാപിക്കലാണ്. ഭരണം സ്ഥാപിക്കുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത. ഭരണമില്ലാതെ പോയി കഴിഞ്ഞാൽ ഇസ്ലാം നിലനിൽക്കുകയില്ല, ഒരു മുസ്ലിമിന്റെ ദീൻ സമ്പൂർണ്ണമാവുകയില്ല എന്ന് അദ്ദേഹം ആശയം മുന്നോട്ട് വെച്ചു. ആ ആശയത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിശുദ്ധ ഖുർആൻ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു. എന്താണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വാചകങ്ങളിലൂടെ തന്നെ ഖുത്ബാത്ത് എന്ന് പറഞ്ഞത് ഈ പറയുന്ന ആശയങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സയ്യിദ് മൗലാന മൗദൂദി നൽകിയിട്ടുള്ള പ്രസംഗങ്ങളാണ്. ആ പ്രസംഗങ്ങൾക്കാണ് ഖുത്ബാത്ത് എന്ന് പറയുക. ആ ഖുത്ബാത്തിൽ മൗലാന മൗദൂദി പറയുന്നു, സ്വന്തം ഭരണമില്ലാത്ത ദീനിന്റെ സ്ഥിതി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത ഒരു സങ്കല്പ വീട് പോലെയാണ്. ഭൂമിയിൽ സ്ഥാപിതമായ ഒരു വീട്ടിൽ മാത്രമേ നിങ്ങൾക്ക് താമസിക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ തലച്ചോറിൽ മറ്റൊരു വീടിന്റെ പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു വിശ്വാസിയെ കുത്തുവമായി നടത്തുകയാണ് അദ്ദേഹം. പള്ളിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. സ്വന്തമായ ഭരണമില്ലാത്ത ദീൻ, അഥവാ ദീനനുസരിച്ച് ആൾ ജീവിക്കണമെങ്കിൽ ആ ദീൻ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു അടിസ്ഥാനപരമായ സംവിധാനം, ഒരു ഭരണ സംവിധാനം ഭൂമിയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ഏതെങ്കിലും ഒരു ഭൂമിയിൽ മുസ്ലിമീങ്ങളാൽ സ്ഥാപിതമായ ഒരു ഭരണ സംവിധാനം ഇല്ല എങ്കിൽ അവിടെ ദീൻ നിലനിൽക്കുകയില്ല.
എന്നാണ് മൗലാന മൗദൂദി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ആശയം പ്രബോധനത്തിനും എഴുതി 1998 ഒക്ടോബർ 17 പ്രബോധനത്തിൽ എഴുതുന്നു. ഭരണം ലഭിച്ചപ്പോൾ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കുകയല്ല, ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കാൻ ഭരണം സ്ഥാപിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്നും സത്യവിശ്വാസികൾ അതാണ് ചെയ്യേണ്ടതെന്നും ഇതൊക്കെ സംശയരഹിതമായി തെളിയിക്കുന്നു. എന്താ നബി ചെയ്തത്? ഭരണം കിട്ടിയപ്പോ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭരണ സംവിധാനം കിട്ടിയപ്പോൾ അവിടെ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കുകയല്ല നബി ചെയ്തത്. പിന്നെയോ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കാൻ ഭരണം സ്ഥാപിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. സത്യവിശ്വാസികൾ ചെയ്യേണ്ടതും അതുതന്നെയാണ്. ഒരു വിശ്വാസിയുടെ ബാധ്യത എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണപ്രകാരം ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത എന്താണ്? ഇസ്ലാമിന് അധികാരമുള്ള ഒരു ഭരണഘടന, ഒരു ഭരണ സംവിധാനം അവനവൻ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാക്കലാണ്. അതാണ് ഉദ്ദേശം, അതാണ് ലക്ഷ്യം. അത് ചെയ്തിട്ടില്ലെങ്കിലോ ഹുക്കൂമത്ത് ഇലാഹി അഥവാ ദൈവികമായ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ലെങ്കിലോ ദീൻ സമ്പൂർണ്ണമാവുകയില്ല. അത് പലതും വ്യാഖ്യാനിക്കപ്പെട്ട കൂട്ടത്തിലൊന്നാണ് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ഖലീഫ എന്ന് പറയുന്ന വാക്ക്. ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അള്ളാഹു മലക്കുകളോട് പറഞ്ഞല്ലോ. ആ ഖലീഫ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രതിനിധി എന്നാകുന്നു. ആകാശത്തിലെ അധികാരമുള്ള തമ്പുരാൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ അധികാരം നടപ്പാക്കുന്നതിനു വേണ്ടി നിയോഗിച്ചവനാകുന്നു ഖലീഫ, അള്ളാഹുവിന്റെ ഭൂമിയിലെ പ്രതിനിധിയാകുന്നു എന്ന് വിശദീകരിക്കുകയുണ്ടായി. അപ്പോ അള്ളാഹുവിന്റെ അധികാരം ഭൂമിയിൽ നടപ്പാക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആളാകുന്നു മനുഷ്യൻ. അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭൂമിയിൽ ദൈവികമായ അധികാരം സ്ഥാപിക്കുകയാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ ആത്യന്തികമായ ആശയം. ഈ ആശയം സ്ഥാപിക്കുന്നതിന് വേണ്ടി പിന്നീട് മൗലാന മൗദൂദിയും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ അംഗീകരിക്കുന്നവരായ ആളുകളും ചെയ്തിട്ടുള്ളത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ ദുർവ്യാഖ്യാനിക്കല. നേരത്തെ ഞാൻ പറഞ്ഞു, ലോകത്ത് വന്നിട്ടുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും മനുഷ്യ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള ഒന്നാമത്തെ ആദർശം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എല്ലാവരും പ്രബോധനം ചെയ്ത എന്താ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറയും, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ യോഗ്യനായി വേറെ ആരുമില്ല. അതാണ് അതിന്റെ യഥാർത്ഥാർത്ഥം. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ യോഗ്യനായി സാക്ഷാൽ ആരാധന അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ അതിന്റെ ആചാര്യനായ മൗലാന മൗദൂദിയും ഈ ആയത്തിന്, ഈ കലിമയ്ക്ക് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ആരാധന എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ. അവിടെ 3 അർത്ഥങ്ങൾ നൽകേണ്ടതുണ്ട്. ഒന്ന് ആരാധന, രണ്ടാമത്തത് അനുസരണം, മൂന്നാമത്തത് അടിമവൃത്തി. ഈ 3 അർത്ഥങ്ങളും പറയുന്നു. അപ്പൊ ആരാധന അഥവാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന് അനുസരണം എന്ന അർത്ഥമുണ്ടോ അർത്ഥമില്ലേ എന്നതൊന്നും തർക്കവിഷയമല്ല. ഭാഷാപരമായി ഒരു വാക്കിന് പല തരത്തിലുള്ള അർത്ഥങ്ങളും ഉണ്ടായേക്കാം. അങ്ങനെ ഏതെല്ലാം അർത്ഥങ്ങളുണ്ടോ ആ അർത്ഥങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണമെന്നില്ല. ഇപ്പൊ കരി എന്ന് പറഞ്ഞ സാധനം 4-5 അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സമാവരണം ഉപയോഗിക്കുന്നത് കരിയാണ്, കന്നുകൂട്ടാൻ ഉപയോഗിക്കുന്നത് കരിയാണ്. അതുപോലെ ആന എന്ന് പറയുന്ന ജീവിക്ക് കരി എന്ന് പറഞ്ഞ പേരുണ്ട്. അപ്പൊ ഈ കരി എന്ന് പറയുന്ന വാക്ക് ഏത് സന്ദർഭത്തിലാണോ ഉപയോഗിക്കുന്നത് ആ സന്ദർഭത്തിന് അനുസരിച്ചാണ് അതിനർത്ഥം വരിക. കരിയെ അയച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ ആനയെ കൊണ്ടുവരാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. കന്നുകൂട്ടുന്ന സമയത്താണ് പറയുന്നതെങ്കിൽ മറ്റേ കലപ്പയാണ് കൊണ്ടുകൊടുക്കുന്നത്. അടുപ്പിൽ തീ കൂട്ടുന്ന സമയത്താണ് പറയുന്നതെങ്കിൽ സമാവരണ കരിയാണ് കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ കരി എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥങ്ങളും ഒരേപോലെ സങ്കല്പിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമാണ്, അർത്ഥശൂന്യമായ കാര്യമാണ്. അതേപോലെയാണ് ഇബാദത്തിന് എത്ര അർത്ഥമുണ്ട് എന്നതല്ല വിഷയം.
സയ്യിദ് മൗലാന മൗദൂദി പറഞ്ഞിരിക്കുന്നത് ഈ 3 അർത്ഥങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ ആശയത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എന്നതാണ്. അതാണ് നമുക്ക് വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ യോഗ്യനായി ആരുമില്ല എന്ന് അർത്ഥം പറയുന്നത് പോലെ തന്നെ അല്ലാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ യോഗ്യനായി വേറെ ആരുമില്ല എന്നർത്ഥം പറയണം. അല്ലാഹു അല്ലാതെ പിന്നെ അടിമവൃത്തി ചെയ്യാൻ യോഗ്യനായി വേറെ ആരുമില്ല എന്നർത്ഥം പറയണം. അപ്പൊ ഈ 3 അർത്ഥങ്ങളും കൂടി കൂട്ടിയോജിക്കുമ്പോൾ മാത്രമേ കലിമത്തു തൗഹീദിന്റെ ആശയം സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ ആശയത്തിന് വിരുദ്ധമാണ് എന്ന് വിമർശനമുണ്ടായി. എങ്ങനെയൊക്കെ വിമർശിക്കപ്പെട്ടത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളിൽ അപ്പോ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിവേരായ ആശയത്തിൽ അല്ലാഹു അല്ലാത്ത ആരെയും ആരാധിക്കാൻ പാടില്ല എന്നതിന് പകരം അതോടുകൂടി തന്നെ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അനുസരിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്ത ഒന്നിനും അടിമവൃത്തി ചെയ്യാൻ പാടില്ല എന്ന ആശയം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി, അഥവാ ശിർക്ക് ചെയ്തു. അല്ലാഹു അല്ലാത്തവർക്ക് അടിമവൃത്തി ചെയ്താൽ, അല്ലാഹുവിന് മാത്രം ചെയ്യേണ്ട കാര്യം സൃഷ്ടികൾക്ക് ചെയ്താൽ അതുകൊണ്ട് സംഭവിക്കുന്ന ശിർക്ക് ഇവിടെ സംഭവിച്ചു. ആ നിലയിൽ കലിമത്തു തൗഹീദിൽ മായം ചേർത്തി. എന്തിനാ ഇത് പറഞ്ഞിട്ടുള്ളത്? ഈ ആശയം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റേതല്ലാത്ത ഒരു നിയമത്തെയും ഒരു ഭരണ സംവിധാനത്തെയും അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ മുസ്ലിമീങ്ങൾക്ക് പാടില്ല. അങ്ങനെ ചെയ്യുക വഴി മുസ്ലിം സമൂഹത്തിൽ ശിർക്കും കുഫ്റും
സംഭവിക്കും എന്ന നിലയിലാണ് സയ്യിദ് മൗലാന മൗദൂദി കാര്യങ്ങളെ വിശദീകരിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും മറ്റാരെയും കൂട്ടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനിലൊന്നേ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സ്ഥലത്തും ആ കൂട്ടത്തിൽ വേറെ ആരെയും കൂട്ടി പറഞ്ഞിട്ടില്ല. എന്നാൽ അനുസരിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ പല ആളുകളെയും കൂട്ടി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളായ ആളുകളെ നിങ്ങൾ അനുസരിക്കണം. അപ്പൊ ഇവർക്കൊക്കെയുള്ള അനുസരണത്തെപ്പറ്റി പറഞ്ഞു. അനുസരണത്തിന്റെ കൂട്ടത്തിൽ പല ആൾക്കാരെയും കൂട്ടി പറഞ്ഞു. എന്നാൽ ആരാധന ഇബാദത്ത് പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അള്ളാഹിന്റെ കൂടെ വേറെ ആരെയും കൂട്ടി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്ന് പറയുന്ന ആശയത്തിന്റെ ആ വാക്കിന്റെ ആശയമായി മാറാൻ ഇതാഅത്ത് അഥവാ അനുസരണം എന്നതോ അതല്ലെങ്കിൽ അടിമവൃത്തി എന്നതോ വരാൻ പാടില്ല എന്ന് സ്ഥാപിച്ചു. ഈ ആശയം സയ്യിദ് മൗലാന മൗദൂദി കൊണ്ടുവന്നിട്ടുള്ള ഈ ആശയം അഥവാ അള്ളാഹ്ക്ക് മാത്രമേ ആരാധന പാടുള്ളൂ, അള്ളാഹിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ അഴിമവൃത്തി ചെയ്യാൻ പാടുള്ളൂ എന്ന ആശയം മൗദൂദിക്ക് മുമ്പ് ലോകത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്തൊരാശയമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ നിന്ന് നമസ്കരിച്ചു സഹാബത്ത്. ആ കൂട്ടത്തിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഉണ്ട്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അടിമകളാണ്. ആ അടിമകളായി ആ അമുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ സ്വേച്ഛാധിപന്മാരെ എന്ന് പറയാവുന്ന ആ യജമാനന്മാരുടെ കീഴിൽ അടിമവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കീഴിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അവർ പറയുന്നു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന ഈ വാചകം വിശുദ്ധ ഖുർആന്റെ വചനം ഉദ്ധരിച്ചപ്പോൾ ആർക്ക് തോന്നിയില്ല ഞങ്ങൾ ഈ പറയുന്നത് ഖുർആന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന്. അടിമവൃത്തി ചെയ്യാൻ യോഗ്യൻ അല്ലാഹു മാത്രമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അവർക്കെങ്ങനെ അടിമയാറാൻ കഴിയും? കഴിയും. അപ്പോ പൂർവികന്മാരായ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കേട്ടപ്പോ അമ്മാർ ഇബ്നു യാസിറിന് തോന്നാത്തൊരാശയം അല്ലെങ്കിൽ സഹാബത്തിന് തോന്നാത്ത ആശയം, അതേപോലെ തന്നെ 6 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച 3 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കൾ ആർക്കും മനസ്സിലാകാത്ത ആശയം ആരുകൊണ്ട് വന്നു? സയ്യിദ് മൗലാന മൗദൂദി കൊണ്ടുവന്നത് അള്ളാഹു അല്ലാത്ത ഒരു ഭരണ സംവിധാനം, അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ഭരണ സംവിധാനത്തെയും അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താ ഫലം? അവൻ ശിർക്ക് ചെയ്തു, അവൻ കുഫ്ർ വിഭാഗത്തിൽ അകപ്പെട്ടുപോയി എന്ന കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ആശയം അള്ളാഹു നിയോഗിക്കുന്ന അമ്പിയാക്കന്മാരും ഈ ആശയമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് ജമാഅത്ത് സാഹിത്യങ്ങൾ വിശദീകരിക്കുവാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഒന്നാണ് തജ്രീദോ ഇഹ്യായ ദീൻ എന്ന് പറയുന്ന കൃതിയിൽ ഇങ്ങനെ ചുരുക്കത്തിൽ ഈ ലോകത്തെ പ്രവാചകന്മാർക്കെല്ലാം നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യത്തിന്റെ പരമവും ആത്യന്തികവുമായ ലക്ഷ്യം ദൈവീകരണം സ്ഥാപിക്കുക എന്നതായിരുന്നു. അമ്പിയാക്കന്മാരൊക്കെ വന്ന എന്തിനാ? ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ അധികാരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി വന്നതാണ് എന്നാണ് ജമാഅത്തുകാർ പറയുന്നത്. അതിനാൽ എല്ലാ പ്രവാചകന്മാരും രാഷ്ട്രീയ വിപ്ലവം നടത്താൻ വേണ്ടി ശ്രമിച്ചു. അമ്പിയാക്കന്മാരൊക്കെ ലോകത്ത് വന്നിട്ട് രാഷ്ട്രീയ വിപ്ലവം നടത്താൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ അട്ടിമറി ഉണ്ടാക്കാൻ വേണ്ടി വന്നവരായിരുന്നു അമ്പിയാക്കന്മാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അത് ഉദ്ദേശിക്കപ്പെട്ടത് നമ്രൂദിന്റെ ഭരണം വലിച്ചു താഴെയിട്ട് അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണം വരലാണ്. ഫറോവ ചക്രവർത്തിയുടെ ഭരണത്തെ നിലത്തിട്ട് അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണം വരലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് അവരുദ്ദേശിച്ചത് അതാണ് എന്ന നിലയിലാണ് ജമാഅത്ത് സാഹിത്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ചിലരുടെ ശ്രമങ്ങൾ അഥവാ അമ്പിയാക്കന്മാരിൽ ചിലരുടെ ശ്രമങ്ങൾ മണ്ണ് പാകപ്പെടുന്നിടത്തോളം മാത്രമേ എത്തിയുള്ളൂ. ഇസ്ലാമികമായ ഭരണം സ്ഥാപിക്കാനുള്ള മണ്ണ് പാകപ്പെടുത്താനുള്ള അവസരം മാത്രമേ ചില അമ്പിയാക്കന്മാർക്കുണ്ടായുള്ളൂ. ഇബ്രാഹിം നബിയെ പോലെയുള്ള ഒരു ഉദാഹരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല.
ഭരണം സ്ഥാപിക്കാൻ ആവശ്യമായ മണ്ണ് സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. മറ്റു ചിലർ യഥാർത്ഥത്തിൽ വിപ്ലവത്തിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്തു. ഒരു ഇസ്ലാമിക വിപ്ലവം വരിക, ദുനിയാവിൽ ഇസ്ലാമിക ഭരണം വരാനുള്ള ആവശ്യമായ ഒരു വിപ്ലവം ഉണ്ടാവുക, അതിന് തുടക്കം കുറിച്ചു ചില അമ്പിയാക്കന്മാർ. പക്ഷേ അവർക്കും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. വിപ്ലവം ഉണ്ടാക്കി, പക്ഷേ ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അവരുടെ ശ്രമം അവസാനിച്ചു പോയി. ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവരുടെ കാലഗതി കഴിഞ്ഞുപോയി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ളവർ ഉദാഹരണം. എന്നാൽ വേറെ ചിലർ, ഉദാഹരണം യൂസുഫ്, മൂസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെയുള്ള പ്രവാചകന്മാർ ഈ പ്രസ്ഥാനത്തെ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്തു. അപ്പൊ അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇസ്ലാമികമായ ഒരു ഭരണം, ദൈവികമായ ഒരു ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞവർക്ക് മാത്രമേ എന്ത് പറ്റിയിട്ടുള്ളൂ? ഇസ്ലാം സമ്പൂർണ്ണമാക്കി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ആകപ്പാട് 5 പ്രവാചകന്മാരിൽ ഒതുങ്ങി. ഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഭരണം കിട്ടിയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭരണ സാരഥ്യം വഹിച്ച ആളല്ല. ഒരു രാജാവിന്റെ കീഴിൽ പക്ഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രാഹോമത്തിൽ ഭരണം കിട്ടിയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭരണം കിട്ടിയിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭരണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്കുലി പരിമിതങ്ങളായ ഏതാനും അമ്പിയാക്കന്മാർക്ക് മാത്രമേ ദീൻ ദുനിയാവിൽ നടപ്പാക്കാൻ കഴിഞ്ഞുള്ളൂ, അല്ലാത്തവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന അത്യന്തം അപകടകരമായ ഈ പ്രവാചകന്മാരുടെ ദൗത്യം സമ്പൂർണ്ണമായിട്ടില്ല എങ്കിൽ അത് വലിയ അപകടകരമായ ഒരു ഓർമ്മല്ലേ? എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അംലം യുനബ്ബഅ ബിമാ ഫീ സുഹ്ഫി മൂസ വഇബ്രാഹിം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. അംലം യുനബ്ബഅ ബിമാ ഫീ സുഹ്ഫി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏടുകളിൽ എന്താണുള്ളത് എന്ന് അവർക്ക് വിവരം കിട്ടിയിട്ടില്ലേ? വഇബ്രാഹിം കിട്ടിയിട്ടില്ലേ എന്നാ ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം നബിന്റെ വിശേഷം എന്താ? വഫ. ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാം പൂർത്തീകരിച്ചവനാണ്. അല്ലാഹു തആല നിർദ്ദേശിച്ച കാര്യങ്ങൾ അത്രയും സമ്പൂർണ്ണമായി പൂർത്തീകരിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ദൗത്യം പരിപൂർണമായിട്ടില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രകാരം ഇവിടെ വന്നു ഭവിക്കുന്ന വിചിത്രമായ ആശയം. അപ്പൊ ഈ ഒരു നിലയിലുള്ള ഒരു വീക്ഷണമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചത്, അഥവാ സയ്യിദ് മൗലാന മൗദൂദി ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇസ്ലാമികേതരമായ വ്യവസ്ഥകളോട് മുസ്ലിമീങ്ങൾ സഹകരിക്കാൻ പാടില്ല. അങ്ങനെ സഹകരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധ ഖുർആന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധാണ്. എന്താ ഖുർആന്റെ കൽപ്പന? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമൂഹങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ദൗത്യം? അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിനെ അവർ ആരാധിക്കുകയും താഗൂത്തുകളെ കൈവരിയുകയും ചെയ്യണം എന്നാണ്. ഈ താഗൂത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ വാക്കിനെ ജമാഅത്തെ ഇസ്ലാമിയും സയ്യിദ് മൗലാന മൗദൂദിയും വിശദീകരിച്ചിട്ടുള്ള എന്താ? ദൈവികമായ ഭരണവ്യവസ്ഥകൾ എന്നാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റേതല്ലാത്ത സകലമായ ഭരണ വ്യവസ്ഥ, ഭരണാധികാരികളും രാജാക്കന്മാരുമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തഗ എന്ന് പറയുന്ന വാക്കിന് അതിക്രമിച്ചു എന്ന അർത്ഥമുണ്ട്, അക്രമം കാണിച്ചു എന്ന അർത്ഥമുണ്ട്. ആ ഭാഷാപരമായ അർത്ഥം പിടിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അവരൊക്കെ വന്നത്, അഥവാ അമ്പിയാക്കന്മാരൊക്കെ ലോകത്ത് വന്നത് എന്തിനാണ്? അള്ളാഹുവിന് മാത്രം വഴിപ്പെടുവാനും അള്ളാഹുവിന്റേതായ അധികാരം സ്ഥാപിക്കുവാനും
ദൈവേതരങ്ങളായ സകല അധികാരങ്ങളെയും ഒഴിവാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാകുന്നു എന്നാണ് ജമാഅത്തുകാരന്റെ അർത്ഥം. ആ നിലക്ക് പറയുമ്പോൾ എന്ത് സംഭവിച്ചു? ദൈവേതരങ്ങളായ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കുകളായി തീർന്നു. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്തിന്റെ ഒരു അനിസ്ലാമിക വ്യവസ്ഥയുള്ള നാടാണ്. ഇവിടെ ജനാധിപത്യമാണ്, മതേതരത്വമാണ്, അങ്ങനെയുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഭരണ സംവിധാനമാണ്. ഈ ഭരണ സംവിധാനത്തിനോട് സഹകരിക്കുവാൻ പാടില്ല, മുസ്ലിമീങ്ങൾക്ക് സഹകരിക്കാൻ പാടില്ല, അനിസ്ലാമിക ഭരണത്തിൽ സഹകരിക്കാൻ പാടില്ല, അതിനെ അനുസരിക്കാൻ പാടില്ല, അതിന് ഉദ്യോഗം ഭരിക്കാൻ പാടില്ല, അതിന് വോട്ട് ചെയ്യാൻ പാടില്ല, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാൻ പാടില്ല. ഒക്കെ ചെയ്താൽ എന്താണ്? അനിസ്ലാമിക വ്യവസ്ഥയോട് സഹകരിക്കലാണ്. അതുവഴി സംഭവിക്കുന്നത് മുശ്രിക്കായി പോകലാകുന്നു. അതുകൊണ്ട് ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തില്ല? ഇവിടുത്തെ സ്കൂളുകളിൽ പോയില്ല. അവർ പ്രത്യേകം പാരലലായ സ്കൂളുകൾ ഉണ്ടാക്കി. എന്തിന്? അനിസ്ലാമികമായ വ്യവസ്ഥിതിയിലുള്ള സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയാൽ മുശ്രിക്കായി പോകും എന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പ്രത്യേകമായ ഇസ്ലാമിയ കോളേജുകളും ഇസ്ലാമിയ സ്കൂളുകളും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വേറെ പോയി. കോടതിയിൽ വിധി നേടാൻ പോകാൻ പാടില്ല, അത് ഏറ്റവും ഭയങ്കരമായ കുറ്റമായി അവർ കണ്ടു. കോടതിയിൽ സമീപിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ യോജിച്ചു പോകാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല. അതൊക്കെ എന്താണ്? ശിർക്കിന്റെ ഗണത്തിൽ അവർ പെടുത്തി. പ്രബോധനത്തിൽ നിന്ന് ഞാൻ വായിക്കാം. 1970 ജൂലൈ 31 ഇറങ്ങിയിട്ടുള്ള പ്രബോധനത്തിൽ പറയുന്നു, അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗവാക്കുകളാകുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. ഇവിടത്തുള്ള അനിസ്ലാമികമായ വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയുടെ സംവിധാനങ്ങളുമായി ഭാഗവാക്കുകളാകുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് പറ്റാത്ത സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. അതിനാൽ ഏതെങ്കിലും അനിസ്ലാമിക പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്ന്, അനിസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസുകാര്, ലീഗുകാര് എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ഈ പാർട്ടികളൊക്കെയായി കൂടിച്ചേർന്ന് ഭരണ നടത്തിപ്പിൽ പങ്കുകാരാവുകയോ ഇവിടുത്തെ ഭരണത്തിൽ പങ്കാളികളാവുകയോ ആ പ്രസ്ഥാനത്തിന് വോട്ട് നൽകുകയോ ചെയ്യുന്നത് ജമാഅത്തിന്റെ വീക്ഷണത്തിൽ അനുവദനീയമല്ല. എന്തുകൊണ്ടാണ് അനുവദനീയമല്ലാത്തത്? അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? അത് ശിർക്കാണ്, അത് കുഫ്റാണ്, അത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണ് എന്ന നിലയിൽ ജമാഅത്തുകാർ വോട്ട് ചെയ്യാൻ പോയില്ല. ജമാഅത്തുകാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ല. ജമാഅത്തുകാര് ഇന്ത്യ രാജ്യത്തെ സ്കൂളുകളിലും കലാലയങ്ങളും പോയില്ല. എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ താൽപര്യത്തിന് വിരുദ്ധമാണ് എന്ന് അവർ വിശ്വസിച്ചതുകൊണ്ടാണ് പോകാതിരുന്നത്. ഇങ്ങനെ താഗൂത്തിനെ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള താഗൂത്ത് എന്ന് പറയുന്ന വാക്കിനെ ഈ നിലയിൽ അവർ ദുർവ്യാഖ്യാനിച്ചു. ചിലത് കൂടി കേൾക്കുക. ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം എന്ന പേരിൽ ജമാഅത്ത് സാഹിത്യത്തിൽ വന്നിട്ടുള്ള ഒരു വാചകമാണ് അനിസ്ലാമിക വ്യവസ്ഥിതി അധികാരം വാഴുന്ന രാജ്യങ്ങളിൽ അധിവസിക്കുന്ന മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. താഗൂത്തുപരമായ സകല സ്ഥാപനങ്ങളോടും അവർ ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കാണാം. ഇതൊക്കെ താഗൂത്താണ്, അനിസ്ലാമിക വ്യവസ്ഥയാണ്. ഇതിലെ വിവിധങ്ങളായ പരിപാടികളുമായി അനിസ്ലാമിക നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ബന്ധപ്പെടുന്നതായി കാണാം. അവിടത്തെ അനിസ്ലാമിക കോടതികളിൽ മുസ്ലിമീങ്ങൾ ശരണം പ്രാപിക്കുന്നു. അപ്പൊ കോടതിയിൽ സമീപിക്കാനുള്ളത് ഏറ്റവും ഭയങ്കരമായ കുറ്റമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ശിർക്കാണ്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്ന പേരിൽ അവരെ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ ആ ജമാഅത്തിന്റെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്നതാണ്. രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥ മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്നു. ഈ രാജ്യത്ത് ഉള്ള നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥയാണ്. അത് ദൈവികമായ നിയമവ്യവസ്ഥയല്ല. അതിന് കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് പറയപ്പെട്ടിരുന്നു. അവയും നിഷിദ്ധ വ്യവസ്ഥയുടെ ഉപകരണങ്ങളാണെന്ന്. ഇതിലുള്ള മുഴുവൻ വ്യവസ്ഥകളും പിന്നെ ദൈവേതരമായ വ്യവസ്ഥ ആയതുകൊണ്ട് എന്താണ് അംഗീകരിക്കാൻ പറ്റില്ല. അതിനാൽ ജമാഅത്തിന്റെ 1-ാം തീയതി മുതലുള്ള നയം ഇതായിരുന്നു: ഈ വ്യവസ്ഥയുമായി സഹകരിക്കൽ തെറ്റാണ്.
അതിന്റെ നീതിന്യായ വ്യവസ്ഥയോട് സഹായമർത്ഥിക്കൽ, താഗൂത്തിനോട് സഹായമർത്ഥിക്കലാണ്. അഥവാ വജ്തനിബു താഗൂത്ത്, താഗൂത്തിനെ നിങ്ങൾ കൈവടിയണം എന്ന് സകല അമ്പിയാക്കന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികേതര ഭരണവ്യവസ്ഥയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥ താഗൂത്താണ്. അതിനെ അംഗീകരിക്കാൻ പാടില്ല. അംഗീകരിച്ചാൽ, അവിടെ ഉദ്യോഗം ഭരിച്ചാൽ, അവിടെ തൊഴിലെടുത്തു കഴിഞ്ഞാൽ, ഗവൺമെന്റിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണപ്രകാരം കുഫ്റാണ്, അല്ലെങ്കിൽ ശിർക്കാണ്, ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ്. ഈ നിലയിൽ ആണ് ഒരുപാട് സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് തെറ്റി പറയുന്നില്ല. എന്റെ സമയം ഏകദേശം അവസാനിക്കാറായിരുന്നു. അപ്പോ ഈ നിലയിൽ പിന്നെ പൂർവികന്മാരാരും മനസ്സിലാക്കാത്ത തരത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെയും പിന്നെ ഹദീസുകളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു ആശയം ഇവിടെ സ്ഥാപിച്ചെടുക്കുക എന്നതിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചു എന്നതാണ് ഇസ്ലാമിനെ അവർ അട്ടിമറിച്ചു എന്ന് നമ്മൾ പറയുന്നതിന്റെ ആകത്തുക. ഇനി ഈ പറയുന്ന അഥവാ ഇസ്ലാം ഒരു മുസ്ലിമായ മനുഷ്യന്റെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ധർമ്മം രാഷ്ട്രീയമായ വിപ്ലവങ്ങൾ ഉണ്ടാക്കലാണ്, ഇവിടെ ഇസ്ലാമികമായ ഭരണം സ്ഥാപിക്കലാണ് എന്ന നിലയിൽ അവർ പറഞ്ഞപ്പോ അതിനൊരു മറുവശമുണ്ടായി. അഥവാ അഥവാ ഭരണസ്ഥാപനവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഇസ്ലാമിന്റെ സകലമായ സംഗതികളെയും അവർ നിസ്സാരവൽക്കരിക്കുവാൻ തുടങ്ങി. നിസ്സാരവൽക്കരിക്കാം. മതമെന്ന് പറയുന്നത് സത്യത്തിൽ സമഗ്രമാണ്, അത് സമ്പൂർണമാണ് എന്നൊക്കെ ഇങ്ങനെ ഗിരിപ്രഭാഷണങ്ങൾ നടത്തുന്ന ജമാഅത്തുകാർ ഈ രാഷ്ട്രീയ വിഷയത്തിന്റെ അപ്പുറത്തുള്ള എന്ത് കാര്യത്തിലാകട്ടെ കണിശമായ നിലപാടുകൾ അവർക്കില്ല. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ദൈവികമായ നിയമം പാലിക്കലാണല്ലോ മനുഷ്യന്റെ ലക്ഷ്യം, ഒരു മുസ്ലിം ചെയ്യേണ്ടത് അതാണല്ലോ. എന്നാൽ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ പലതും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ അനുഷ്ഠാന കാര്യങ്ങളിൽ ഒന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യതയില്ല. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അവർ ബിസ്മി ഉറക്കം കൊണ്ടുപോകും. എന്താണ് അങ്ങനെ ചെയ്യുന്നത്? അതൊരു തർക്കപ്രധാനമായ വിഷയമാക്കേണ്ടതില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായ കാര്യമാകുന്നു അത്. നമസ്കാരശേഷം കൂട്ടമായി ദുആ ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയില്ലാത്തതാണ്, ഇസ്ലാമിക പ്രമാണത്തിൽ ഇല്ലാത്തതാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആ കാര്യം ചെയ്യുന്നവരുണ്ട്, ആ കാര്യം പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. അത്തരം കാര്യങ്ങൾ വിവാദങ്ങളാക്കാൻ പാടില്ല എന്ന നിലയിൽ അവർ കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മതത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പല സംഗതികളെയും നിസ്സാരവൽക്കരിക്കുകയും കളിയാക്കുകയും ചെയ്യുക എന്നത് ജമാഅത്തുകാർ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുക. ഉദാഹരണത്തിന് പ്രബോധനം 1950 സെപ്റ്റംബറിൽ വന്നിട്ടുള്ള ഒരു ഉത്തരവ്, ഒരു അനിസ്ലാമിക ഗവൺമെന്റിന്റെ ജോലിയിൽ നിന്നും ലഭിച്ച തൊണ്ടയിൽ നിന്നും കീഴ്പോട്ടിറക്കുന്ന റൊട്ടിക്കഷ്ണം ഹലാലും പരിശുദ്ധവുമാണോ അതല്ല താഗൂത്തിന് സേവനം ചെയ്ത് കരസ്ഥമാക്കിയതാണോ എന്നൊന്നും ഈ മുത്തക്കികൾ നോക്കുന്നില്ല. അപ്പൊ താഗൂത്തിന് സേവനം ചെയ്ത് ഗവൺമെന്റ് ഉദ്യോഗം ഭരിച്ചിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ കൊണ്ടുണ്ടാക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന ആഹാരം, അതുകൊണ്ടുണ്ടാക്കുന്ന റൊട്ടി, അത് കഴിച്ചാൽ അത് ഹറാമാകോ അത് ഹലാലാണോ സ്വീകരിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. വിമർശിക്കപ്പെടുന്ന ഈ മുത്തക്കികൾ ചിന്തിക്കുന്നില്ല. മറിച്ച് അവരുടെ ദൃഷ്ടിയിൽ പ്രാധാന്യമറിയിക്കുന്നത് ആ ഹറാമിൽ നിന്ന് തിന്നു കഴിഞ്ഞതിന് ശേഷം വെള്ളം ഇടത് കൈകൊണ്ടോ വലത് കൈകൊണ്ടോ കുടിച്ചത് എന്ന നിലയിലാണ്. ഒരാള് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുമ്പോ ഇടത് കൈ കൊണ്ടാണോ കുടിച്ചത് അതോ വലത് കൈ കൊണ്ടാണോ കുടിച്ചത് എന്ന കാര്യത്തിലാകുന്നു ഈ മുത്തഖീങ്ങൾക്ക് തർക്കം. എന്ന് പറഞ്ഞാൽ ഇത് ഒരു തർക്ക പ്രധാനമായ വിഷയമല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ വ്യംഗ്യമായ ആശയം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? വലത് കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അത് ശൈത്താന്റെ പണിയാണ്, ചെയ്യാൻ പാടില്ല എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളക്കുന്നു.
ഇസ്ലാമിക ശരീഅത്തിൽ സ്ഥിരപ്പെട്ട ഒരാശയമാകുന്നു അത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് എന്താ? അതൊരു തർക്കപ്രധാനമായ വിഷയമാക്കേണ്ടതില്ല. അതിപ്പോ വലത്തെ കൈ കൊണ്ട് കുടിച്ചാലും ഇടത്തെ കൈ കൊണ്ട് കുടിച്ചാലും ഒക്കെ പോകുന്നത് എന്താ? പള്ളയിൽക്കല്ലേ? അത് ഇത്ര വിഷയം ആക്കേണ്ട കാര്യമുണ്ടോ എന്ന നിലയിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോട് ഒരുതരം അവഗണനയും അവജ്ഞതയും ഉണ്ടാക്കുക എന്നതാണ്. അതേപോലെ തന്നെ യഥാർത്ഥ തൗഹീദി ആശയത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ വിരുദ്ധമായ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളും ജമാഅത്തെ ഇസ്ലാമി ഈ ഭരണസ്ഥാപനത്തിന്റെ പേരിൽ ചെയ്യും. ഭരിക്കാൻ ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം? വോട്ട് കിട്ടണം. വോട്ട് കിട്ടുക എന്നുള്ളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. രാഷ്ട്രീയക്കാരൻ നമ്മുടെ മുമ്പിൽ വരുമ്പോ പല തഞ്ചവും താളവും ഒരു പറഞ്ഞുകൊണ്ടിരിക്കും. ഓല് വിവാദപരമായ കാര്യങ്ങളൊന്നും ഇടപെടൂല. അങ്ങനെ ഇടപെട്ടാലെന്താ? ആളുകൾ ചേരിതിരിയും. അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടൂല. അതുകൊണ്ട് വോട്ട് കിട്ടാൻ പാകത്തിൽ നമ്മളെ സംബന്ധിച്ച് ആളുകളൊക്കെ നല്ലത് പറയണം എന്ന വീക്ഷണത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവന്റെ ഈ ആശയം കൈകാര്യം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടപ്പാക്കുമ്പോ സ്ഥിരപ്പെട്ട സുന്നത്തുകൾക്കെതിരെ അവര് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തിന്റെ സാഹിത്യത്തിൽ നിന്ന് വായിക്കാം. മുട്ടിനതായ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാക്കിന്റെ കൊള്ളിയും ഇവരെ വേർതിരിച്ചു നിർത്തുന്നു. അപ്പൊ സലഫി ആദർശക്കാരെ കുറിച്ച് ചീത്ത പറയണം. ഇവരെ വേർതിരിക്കാനുള്ളൊരു പണി എന്താണ്? ഓലം തുണി പാന്റ് മുട്ടിന്റെ മേലെ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന ഇതായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അതിന് വിരുദ്ധമായി ചെയ്യുക എന്നുള്ളത് നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്ന് നബി പഠിപ്പിച്ചിട്ടുള്ള ആശയമാണ്. ആ ആശയത്തെ എന്ത് ചെയ്യുന്നു? ഒരു കളിയാക്കലും തമാശയാക്കലും ആയി ജമാഅത്തുകാർ ഉപയോഗിച്ചു. അതേപോലെ തന്നെ ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങൾ, വലിയ താടിരോമങ്ങൾ ഉണ്ടാവുക, പച്ചയായി കളിയാക്കാൻ താടി വളർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. ചെയ്യുന്നവർ ചെയ്യട്ടെ. അങ്ങനെ ചെയ്യുന്നവരായ ആളുകളെ അപമാനിക്കുകയും കളിയാക്കുകയും തമാശയാക്കുകയും ചെയ്യുന്നത് എന്തിനാ? ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാക്കിന്റെ കൊള്ളിയും വേർതിരിക്കുന്ന ഒരു ഘട്ടമാണ്. എല്ലാ നമസ്കാരത്തിന്റെ സമയത്തും പല്ല് തേക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെയും കളിയാക്കുന്നു, ഇവരെ വേർതിരിച്ചു നിർത്തുന്നു. സഹിഷ്ണുതയുടെ വിട്ടുവീഴ്ചയുടെയും ശത്രുക്കളായ ഈ സലഫി മുത്തശദ്ദിദുകൾ ഇവർക്ക് സഹിഷ്ണുതയില്ല, ശത്രുത പുലർത്തുന്നവരാണ്, മനുഷ്യന്മാരോട് നല്ല പോലും പെരുമാറൂല എന്നൊക്കെയാണ് സലഫികളെ മുത്തശദ്ദിദുകൾ തീവ്രവാദികൾ എന്നാണ്. ഈ തീവ്രവാദത്തിന്റെ ഇതേ ആശയമാണ് ജമാഅത്തിന്റെ പത്രത്തിൽ സലഫികൾക്കെതിരെ ഇപ്പോ വന്നിട്ടുള്ള അതികഠിനമായ വിമർശനത്തിലും നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്താ? നമസ്കാരത്തിന്റെ തശഹുദിൽ ചൂണ്ടുവിരൽ ഇളക്കിക്കൊണ്ടിരിക്കണമോ വെറുതെ ഇട്ടാൽ മതിയോ എന്നാണ്. അപ്പൊ അത്തയ്യാത്തിൽ വിരലെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അത് ഇളക്കണോ ഇളക്കണ്ടേ എന്നുള്ള തർക്കത്തിലാണ് സലഫികളുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ സുന്നത്തിനെ എന്ത് ചെയ്യുന്നു? കളിയാക്കുന്നു. ഇങ്ങനെയുള്ള കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാമിന്റെ നിയമവും വ്യവസ്ഥയും ഉണ്ട് എന്ന് പ്രസംഗിക്കുകയും ഗിരിപ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവരായ ആളുകൾ ചെറുതും വലുതുമായ സകലമാന വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട സുന്നത്തുകളോട് ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രധാനം എന്താ? രാഷ്ട്രീയം പ്രധാനമായി തീരുകയും രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഇസ്ലാം എന്ന് പറയുകയും ചെയ്യുമ്പോ ബാക്കി വരുന്ന സംഗതി ഇസ്ലാമിന്റെ മറ്റു അനുഷ്ഠാന കാര്യങ്ങളോ അവന്റെ വിശ്വാസ രീതികളോ സംസ്കാരങ്ങളോ ഒക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാക്കി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്ന നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് അത്യന്തം അപകടകരമായ ഒരു പോക്കാണ്. ഇനി എനിക്കധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കണം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും, അതായത് നേരത്തെ നമ്മൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഈ വിഷയങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമി വിട്ടമട്ടാണ്. എല്ലാവരും വിട്ടു. അനിസ്ലാമിക വ്യവസ്ഥയോട് സഹകരിക്കാൻ പാടില്ല, ഉദ്യോഗം ഭരിക്കാൻ പാടില്ല, ജോലി നേടാൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ശിർക്കും കുഫ്റും ആണ് എന്ന് പറഞ്ഞ ജമാഅത്തുകാര് ഇന്ന് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് വൈരുദ്ധ്യം. അപ്പൊ നമ്മൾ വിചാരിക്കും ശരിയാണ്, ഒരു കാലത്തോലൊക്കെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോൾ തിരുത്തിയാൽ പിന്നെന്തിനാ ഓലെ സംബന്ധിച്ച് വിമർശിക്കുന്നത് എന്ന് വരെ ചോദിച്ചേക്കാം. അങ്ങനെ തിരുത്തിന്ന് പോലും പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലയിൽ
അതിന്റെ മൗലികമായ തത്വമാണെന്ന് പറഞ്ഞിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ആചാര്യന്മാരും ഈ ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. ആ ആശയത്തിന് വിരുദ്ധമായി അവർ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ആശയം തിരുത്തപ്പെട്ടിട്ടില്ല. ആ ആശയത്തിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ചയാകാൻ പാടില്ല. ഇത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ പുതിയ പല സംഗതികളും ജമാഅത്തുകാർ വിമർശനത്തിന്റെ ഭാഗമായി ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിമർശിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്ന കാര്യങ്ങൾ പലതും ഇപ്പൊ നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉള്ളിലുണ്ടായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ്, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ്, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നവരാണ്, അന്ധവിശ്വാസത്തെ മൂടുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്നൊക്കെ ജമാഅത്തുകാരുടെ പത്രങ്ങളോട് സ്ഥിരീകരിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള സംഘടനാ പക്ഷപാതികളായ ആളുകൾ കുറെ ആൾക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടിയും കുറെ ആൾക്കാരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഉപജാപങ്ങളും ഈ ദുരാരോപണങ്ങളും ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അറിയില്ല. എന്നാൽ ഈ വിമർശിക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റുന്ന നിലപാടെന്താ? ഇൻഷാ അല്ലാഹ് അടുത്ത ഇസ്ലായിലൂടെ നമ്മൾ തുടങ്ങി വെച്ച ലേഖനത്തിൽ ഇത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. 3-4 ലക്കങ്ങളിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾ വാങ്ങി വായിക്കണം എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഉണർത്തുകയാണ്. അതായത് അന്ധവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥ സലഫികൾക്കെതിരെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, മനുഷ്യന് സൂക്കേടായി കഴിഞ്ഞാൽ ജിന്ന് ശരീരത്തിൽ കയറുമോ? ജിന്ന് സൂക്കേടുണ്ടാക്കുമോ? അതുപോലെ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അജ്ഞാതമായ രോഗങ്ങളാണ് എങ്കിൽ അതിന് അന്തിമമായി റുഖിയ ശറയ്യ ചെയ്യാൻ പറ്റുമോ? മന്ത്രചികിത്സ ചെയ്യാൻ പറ്റുമോ? മന്ത്രം അങ്ങ് അത് സ്ഥിരപ്പെട്ടതാണ്, ശറയ്യായ മന്ത്രങ്ങൾ സ്ഥിരപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ആ പറഞ്ഞതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പറയുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിന്റെ പത്രത്തിൽ അല്ലെ, ജമാഅത്തെ ഇസ്ലാമി അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഫിഖ് പാഠങ്ങൾ 8ാം തരത്തിലേക്കുള്ള ഫിഖ് പാഠങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ 81ാമത്തെ പേജിൽ മന്ത്രചികിത്സ എന്നൊരു ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ മന്ത്രചികിത്സ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പറയുന്നത് എന്താ? ചികിത്സയിൽ ഉപയോഗിക്കാറുള്ളതാണ് മന്ത്രം അഥവാ പ്രാർത്ഥന. ഖുർആനോ സുന്നത്തിൽ വന്ന പ്രാർത്ഥനകളോ ഉപയോഗിച്ച് മന്ത്രിക്കുന്നത് അനുവദനീയമാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതായി ഹദീസുകളിൽ നിന്ന് ഗ്രഹിക്കാം. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അനിസ്ലാമിക കാലത്ത് മന്ത്രിക്കുമായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ മന്ത്രം എന്നെ കാണിക്കുക, മന്ത്രത്തിൽ ശിർക്കില്ലെങ്കിൽ അതിന് വിരോധമില്ല. മുസ്ലിം ഉദ്ധരിച്ച ഹദീസും കൊടുത്തു. അപ്പൊ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാര് അവരുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പണി അങ്ങനെ ഒന്നുണ്ട്, അത് ശറയിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണ് എന്ന് സലഫികൾ ഇന്ന് പറയാൻ തുടങ്ങിയല്ല. ലോകത്ത് സലഫി പ്രബോധനം തുടങ്ങിയ കാലം മുതൽ സലഫി പ്രബോധന പ്രവർത്തനത്തിന്റെ ഉന്നത നേതാക്കന്മാർ ആരൊക്കെയുണ്ടോ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇങ്ങനെ ഇങ്ങോട്ട്, അങ്ങനെയാണ് നമ്മൾ എണ്ണി വരാറില്ലേ? അങ്ങനെയൊന്നല്ല സലഫിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെയാണ്. സഹാബത്തിന്റെ കാലം മുതലേ ഇതിനെ സലഫിയത്താണ്. പക്ഷെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ. അങ്ങനെ ആദിമ കാലം മുതലുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരും, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ചികിത്സയും മാറ്റിവെച്ച് ഇനി ജിന്ന് ക്ലിനിക്കുകളും മന്ത്രചികിത്സാ കേന്ദ്രങ്ങളും തുടങ്ങാൻ പോയി മതി എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയും ദീനിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമുണ്ട്, സ്ഥിരപ്പെട്ടൊരു കാര്യമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകത്തിൽ ഇതിനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇല്ലാത്തൊരു കാര്യമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളും പറയുന്ന അത്രയുള്ളൂ. ഇതിൽ അന്ധവിശ്വാസമല്ല. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പിന്നെ പ്രമാണം വഴി സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റൂല. ഇനി ജിന്ന് കയറോ എന്നൊക്കെയുള്ള വിഷയത്തിൽ എന്താ ജമാഅത്തെ ഇസ്ലാമിന്റെ അഭിപ്രായം? അതിന്റെ നേതാക്കന്മാരെന്താ പറഞ്ഞത്? ഹസനുൽ ബന്ന എന്ന് പറയുന്നത് ജമാഅത്തിന്റെ ആചാര്യന്മാരുടെ ആചാര്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ പറയുന്നു, ഞാൻ ആ വാചകം വായിക്കാം. മാ ദക്കറഹു ഹസനുൽ ബന്ന അന്നഹു ലമ്മാ സാറ മദീനത ഖുയാസ് അറള അലൈഹി അഹദുൽ ഇഖ്വാൻ ഖിസ്സത്തുൽ മർഅത്തി അല്ലതി യൻതാബുഹാ ബൈനൽ ഹീൻ വൽ ആഖർ മറദുൻ.
ഇദ്ദേഹം സൂയസിന്റെ അടുത്ത് ചെന്നപ്പോ അവിടുത്തെ ഇഹ്വാനി സുഹൃത്ത് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു എന്നാണ്. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ? അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബോധം തിരിച്ചു വരുമ്പോ ഒരു തരം വെപ്രാളവും വേദാരവും ഒക്കെ കാണിച്ച് അടിച്ച് കയ്യും കാലത്ത് അടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. സുമ്മ ഖാമൽ ഉസ്താദു ബന്ന ബിഖിറാഅത്തിൽ ഖുർആനിൽ കരീം അലൈഹ. ആ പെണ്ണിന്റെ മേലെ ശൈഖ് ബന്ന വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കാനായി നിന്നു. അപ്പോഴതാ ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നു. എന്താ ശബ്ദം പറയുന്നത്? എന്നെ തീയിലിട്ട് കരിക്കല്ലേ എന്നാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം വരുന്നത്. സുമ്മ അമറഹു ബന്ന അൻ യഖ്റുജ. ആ ശബ്ദത്തോട് അല്ലെങ്കിൽ ആ ജിന്നിനോട് ബന്ന കൽപ്പിച്ചു ആ പെണ്ണിന്റെ കാലിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ചാടാൻ. ഫഖറജ കമാ അമറഹു. ബന്ന കൽപ്പിച്ചതുപോലെ ആ പെണ്ണിൽ നിന്നും കദമിലൂടെ ജിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ആ പെണ്ണ് എണീറ്റ് നടക്കുന്നു. മുമ്പ് യാതൊരു സൂക്കേടും ഇല്ലാത്ത കോലത്തിൽ ആ പെണ്ണ് എഴുന്നേറ്റങ്ങ് നടന്നു പോവുകയും ചെയ്തു. ഇത് ബന്നയുടെ മഹത്വമായി ഇഖ്വാനുൽ മുസ്ലിമീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിലുള്ളതാണ്. കേരളത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സലഫി പണ്ഡിതൻ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഇന്ന് വിവാദത്തിൽപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ ഇങ്ങനൊരു ആശയം പറഞ്ഞതായി എവിടെങ്കിലും പ്രസംഗിച്ചതായി എവിടെങ്കിലും എഴുതിയതായി ആരെങ്കിലും കണ്ടോ? കാണൂല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ പറ്റി അവര് തന്നെ വലിയൊരു മഹത്വമായി എണ്ണിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് സമ്മതിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അത്തരം കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് തള്ളലല്ല. ഇങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടോ? ആരോപിക്കപ്പെട്ട ഏതേത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കും അതിന്റെ നേതാക്കന്മാർക്കും പറയാനുള്ളതിൽ അപ്പുറം ഒരു കാര്യം മുജാഹിദീങ്ങൾക്ക് പറയാനില്ല, സലഫികൾക്കും പറയാനില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ വെറുതെ എന്ത് ചെയ്യേണ്ടതില്ല, സലഫികളുടെ പേരിൽ കുതിര കയറാൻ മെനക്കെടേണ്ടതില്ല. കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് പറയാനുള്ള അതാണ്. ഇത് ഇസ്ലാമിന്റെ കാര്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞത് പ്രമാണങ്ങളിലുള്ളതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫ് സാലിഹുകളുടെ ചരിതങ്ങളുമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എല്ലാ വിവാദപരമായ വിഷയങ്ങളെയും നമ്മൾ കാണണം. എല്ലാ വ്യാഖ്യാനങ്ങളെയും ശരിതെറ്റുകൾ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമായി നമ്മളത് കാണണം. ഇത് ആരോടുള്ള വിരോധ വിദ്വേഷമല്ല. നമ്മൾ വിമർശിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും വിമർശിക്കപ്പെടുമ്പോൾ ചെയ്യും. അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. നമ്മളെ ആരോട് കാണിക്കുന്ന രീതി അതല്ല. ഇവിടുത്തെ ജമാഅത്തുകാരോട് സ്വീകരിക്കുന്ന രീതി അതാണ്. ഇവിടുത്തെ സമസ്തക്കാരോട് ചെയ്യുന്ന രീതി അതാണ്. നമ്മൾ വിമർശിക്കപ്പെടുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയും. അതുപോലെ തന്നെ മറുവിഭാഗക്കാരായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് എങ്കിൽ അല്ല എന്ന് നമ്മൾ വെട്ടിത്തുറന്ന് പറയും. അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് ഇസ്ലാമിനുള്ള കൂറാണ്. അത് ഈ സമൂഹത്തിനോടുള്ള നന്മ കൊണ്ടാണ്. ആരോടുള്ള വെറുപ്പല്ല. ജമാഅത്തെ ഇസ്ലാമിയോടോ സയ്യിദ് മൗലാന മൗദൂദിയോടോ ഇവിടെ ആർക്കും വെറുപ്പില്ല. ഇവിടുത്തെ സമസ്തയുടെ നേതാക്കന്മാരോട് ആർക്കും വെറുപ്പില്ല. ഇതൊരു ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്നതാണ്. അതിനെ സതുദ്ദേശത്തോടുകൂടി കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസികളായ ആളുകളുടെ ബാധ്യതയെന്നും ഉത്തരവാദിത്തമെന്നും നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സത്യം ഗ്രഹിച്ച് മനസ്സിലാക്കി നല്ലവരായി ജീവിച്ച് അല്ലാഹുവിന്റെ ആത്യന്തികമായ സ്വർഗത്തിൽ ചെന്ന് എത്തിപ്പെടാനുള്ള മഹാഭാഗ്യം നമ്മൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا توفنا مسلمين والحقنا بالصالحين ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا إنك أنت الغفور الرحيم وصلى الله على نبي الكريم على آله وصحبه أجمعين.